സമസ്തയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കണം. ഏത് രീതിയിൽ പ്രചരിപ്പിക്കണം? ജീവിതം മാതൃകയാക്കി കാണിച്ചുകൊണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കാണിച്ചു കൊടുത്തുകൊണ്ട്, പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി ജീവിച്ചു കാണിച്ചതായിരുന്നു ഒന്ന് സമസ്തയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. രണ്ട്, കലഹിക്കുമ്പോഴും മാന്യമായി കലഹിച്ചുകൊണ്ട്, ആ രീതിയിൽ എല്ലാത്തിനും ഒരു മിതത്വം പാലിച്ചുകൊണ്ട്. ചരിത്രം പറയുമ്പോൾ ഞാൻ വേണ്ടി പറയുന്നില്ല, ചരിത്രത്തിൽ കാണാം വഹാബികളുടെ അല്ലെങ്കിൽ പുത്തനാശയത്തിന്റെ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്ത ആളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മസ്ലഹത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ നൽകുന്ന നേതൃത്വം പാണക്കാട് കുടുംബവും സയ്യിദന്മാരൊക്കെ ആ രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരെയൊക്കെയും നമ്മുടെ കൂടെ നിർത്താൻ കഴിഞ്ഞിരുന്നു. പ്രശ്നങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്ത ചരിത്രത്തിൽ കാണാൻ കഴിയും. ആരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ? ഈ സമസ്തയുടെ മുശാവറയിൽ വലിയ ആലിമായി അറിയപ്പെട്ട ആളല്ലെങ്കിലും, വലിയ കിതാബുമായി സുഖലായി ദർശനം നടത്തിയ ആളല്ലെങ്കിലും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ മുശാവറയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു വിദ്യാഭ്യാസ ബോർഡിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ മദ്രസ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. അതൊരു ചരിത്രമല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊന്ന് വിഭാഗം തമ്മിലുള്ള മാറ്റം അതാണ്. മിതത്വം പാലിച്ചുകൊണ്ട് ഇടപെടേണ്ടിടത്തൊക്കെ കൃത്യമായി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ആശയ പ്രചരണം നടത്തുക എന്നുള്ളത്. തങ്ങൾക്ക് ശേഷം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അതേ പാതയിൽ നിന്ന് സമൂഹത്തിന് നേതൃത്വം നൽകുന്ന പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇതൊക്കെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉസ്താദുമാർ ശംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ കുടുംബത്തെ മുന്നിൽ നിർത്തി, ഈ കുടുംബത്തെ അവസാന വാക്കായി കൊണ്ടുകൊണ്ട്, അവരുമായി ചർച്ച ചെയ്തുകൊണ്ട്, അവരെ നേതൃത്വങ്ങളുടെ നേതൃത്വമായി അംഗീകരിച്ചുകൊണ്ടായിരുന്നു സമസ്തയുടെ പാരമ്പര്യം. അതിൽ നിന്ന് വിഭിന്നമായിരുന്നു എ പി വിഭാഗം. നമ്മുടെ സമസ്ത എന്ന് പറയുന്നത് പാലക്കാട് കുടുംബത്തെ മുന്നിൽ നിർത്തി മുസ്ലിം ലീഗിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും, സമസ്തയ്ക്ക് രാഷ്ട്രീയത്തില്ല എന്ന് ലിഖിതമായ നിയമം പറയുമ്പോഴും സമസ്തയുടെ ഓരോ ഉസ്താദുമാരും മുസ്ലിം ലീഗിനെ സഹായിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും വേണ്ടി ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടിയൊക്കെ കഷ്ടപ്പെടുകയും ചെയ്ത ഉസ്താദുമാരും അതിന്റെ കൂടെ നിന്നവരുമായിരുന്നു. അന്നും ലീഗിൽ വഹാബികൾ ഉണ്ടായിരുന്നു. ഇന്നുള്ളതിനേക്കാൾ എത്രയോ വലിയ കൊടുകുത്തിയ പുത്തനാശയക്കാർ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള കാലത്ത് തന്നെയാണ് സമസ്തയുടെ മുൻഗാമികൾ ശംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും ഒക്കെ മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ ചരിത്രം ഞാൻ മനസ്സിലാക്കുന്നത്.